ഹായ് ഗൈസ്, അച്ചായൻ എന്ന് പറയുന്ന ആളെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. തൊപ്പിയുടെ പട്ടണ പരിവേഷങ്ങളിൽ ഒരെണ്ണാണ് ഈ അച്ചായൻ എന്ന് പറയുന്ന ഒരെണ്ണം. അയാളുടെ കല്യാണം ഇപ്പം അടുത്ത് കഴിഞ്ഞു. കൂടാതെ അയാൾ ഒരു BMW കാർ എങ്ങാണ്ട് എടുത്തു. അതിപ്പോൾ ഒരു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും വിചാരിച്ചു എന്തപ്പാ ഇത് എന്നുള്ളത്. അയാളുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആക്രാന്തമാണ് എന്ന് ആൾക്കാർ പറയുന്നത് കേട്ടു. പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാനും പറയും ആക്രാന്തം തന്നെയാണെന്ന്. വേറൊന്നുമല്ല, ഉമ്മ വരെ ചോദിച്ചാണ് വാങ്ങുന്നത്, അതും ചുണ്ടത്ത്. അത്രയും ആൾക്കാർ കണ്ടു നിൽക്കെ പോരാത്തതിന് അതൊരു അമ്പലം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു അമ്പല പരിസരം കൂടിയാണ്. അവിടെ വെച്ചിട്ടാണ് അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ. ആ പെൺകുട്ടി താല്പര്യമില്ലാതെ വേണ്ട എന്ന് എതിർക്കുന്നുണ്ടെങ്കിലും അതൊരു പുഞ്ചിരിയോടെ ആണെങ്കിലും പുള്ളിക്കാരൻ അതൊന്നും പറ്റത്തില്ല. പുള്ളിക്കാരൻ ഉമ്മ അവിടെ വേണം, ഇവിടെ വേണം, ചുണ്ടത്ത് വേണം. അതും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പ്രഹസനം. കെട്ടിയ പെണ്ണിനെ നാട്ടുകാരെ മുമ്പ് ഇങ്ങനെ ഉമ്മ വെപ്പിച്ച് അവളുടെ താല്പര്യമില്ലാണ്ട് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിരുന്നാലും പോട്ടെ, എന്തായാലും അവർ ചിലപ്പം പ്രണയിച്ചു വിവാഹം കഴിച്ചു. ഈ പെൺകുട്ടി അവിടെ അമ്മേനെ നോക്കാൻ വന്ന നേഴ്സാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. നമുക്കത് എന്താണെന്നുള്ളത് അറിയില്ല. നേഴ്സാണെങ്കിൽ പോട്ടെ. പ്രണയം ആർക്ക് എപ്പോൾ ആരോട് എങ്ങനെ തോന്നുമെന്ന് നമുക്ക് മുൻപേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ഷെ അവരുടെ ജോലിക്ക് വന്ന സമയത്ത് അവരുടെ ഇഷ്ടത്തിലായി കാണും. ഇഷ്ടം കല്യാണത്തിൽ എത്തിച്ചിട്ടുണ്ടാവും, അത് ഓക്കെ, സമ്മതിച്ചു. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ്, വയറ് ചാടിയത് കണ്ടില്ലേ, പ്രഗ്നൻ്റ് ആയിട്ട് തലയിലായതാണെന്നൊക്കെ. അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ എന്തായാലും പ്രസവിക്കുമല്ലോ ഒരു സമയമാകുന്ന സമയത്ത്. ഇനിയിപ്പോൾ ആ പെൺകുട്ടിയുടെ ബോഡി സ്ട്രക്ചറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ പറഞ്ഞിട്ട് അവരെ വെറുതെ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ പറയാൻ വന്ന വിഷയം, അച്ചായൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സഹായം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തൊപ്പിനെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഫസ്മിന സക്കീർ എന്ന് പറയുന്ന പെണ്ണിനെ കൊണ്ട് വീഡിയോ ചെയ്യിക്കാനുള്ളൊരു ലൈനിൽ അവളെ വിളിച്ച് അമ്മ ആശുപത്രിയിലാണ് എന്നൊക്കെ പറയുകയും ഫസ്മിന എന്ന് പറയുന്ന തൊപ്പിയുടെ എക്സ് ലവർ അത് അതിസാഹസികമായ രീതിയിൽ വഴിതിരിച്ചു വിടുകയൊക്കെ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതായത് അച്ചായന് സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് ഫസ്മിന സക്കീർ വീഡിയോ ചെയ്തില്ല എന്നൊക്കെയാണ് പറഞ്ഞ് പുള്ളി പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അയാളുടെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് അയാൾ വീഡിയോ ഇട്ടിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സഹായം ചോദിച്ചു വാങ്ങേണ്ടതല്ല, അത് അറിഞ്ഞു തരേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും തൊപ്പി അടങ്ങുന്ന മറ്റു ചില ആൾക്കാരൊക്കെ ഇവരുടെ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് പണം വേണം, അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊപ്പിയുടെയും മറ്റു ചിലരുടെയും അന്തം ഫാൻസ്, അല്ലെങ്കിൽ പണം നൽകി മറ്റൊരാളെ സഹായിക്കണമെന്ന മെന്റാലിറ്റി ഉള്ള കുറച്ച് ആൾക്കാരും കൂടെ ഇതിനകത്തോട് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ എന്താക്കി എന്നുള്ളതിനെ കണക്കൊന്നുമില്ല. അതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പം സഹായത്തിന് തന്ന പൈസ എവിടെയെന്ന് ചോദിച്ചിട്ട് സഹായം കൊടുത്ത ആൾക്കാർ തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. 500, 100 അയച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കിടന്ന് കരയാണ്. ആ പൈസ എന്താക്കി, പറ്റിച്ചില്ലേ, 100 പോയി 200 പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അവരുടെ അമ്മ ഹോസ്പിറ്റലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പുള്ളിക്കാരിൻ്റെ ആരോഗ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അതും സമ്മതിച്ചു. പക്ഷേ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി ജനങ്ങൾ അയച്ച പൈസ മുഴുവനായിട്ട് ആശുപത്രി ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ വേണ്ടി പറ്റും. കാരണം അവിടുത്തെ ബില്ലും കാര്യങ്ങളും എത്രയായിരുന്നു, പൈസ അയച്ചു കൊടുത്ത ഒരാൾക്കും അറിയില്ല. അയാളുടെ കയ്യിൽ എത്രത്തോളം പൈസ വന്നിട്ടുണ്ട് എന്നുള്ളതും കാഴ്ചക്കാരായ നമുക്ക് അറിയത്തില്ല. ഒരു പക്ഷേ അയാൾ ആ പണം കൊണ്ടാണ് ഇത്തരത്തിൽ BMW എടുത്ത് ആർഭാട് ചെയ്ത് നയിക്കുന്നതെങ്കിൽ അത് ശരിയായ ഒരു പ്രവണത അല്ല എന്നേ പറയാനുള്ളൂ. കാരണം അർഹതപ്പെട്ട ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് സഹായം ലഭിച്ച പൈസയും കൊണ്ട് ദൂർത്ത് കാണിക്കുന്നത്. ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മറ്റൊരാളെ സഹായിക്കാൻ നേരത്ത് ഒരാൾ 2-3 തവണയെങ്കിലും ചിന്തിക്കും. കാരണം ഓൾറെഡി ഒരാളെ സഹായിച്ചിട്ട് അയാൾ കിട്ടിയ പൈസ മുഴുവൻ ഇങ്ങനെ ആക്കിയല്ലോ അങ്ങനെ ആക്കിയല്ലോ, ഇനിയിപ്പോൾ മറ്റൊരാളെ സഹായിക്കുന്ന സമയത്ത് ഇനി ഇവനെ സഹായിച്ചിട്ട് ഇവനും അതേപോലെയൊക്കെ ചെയ്യുമായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആൾക്കാരിൽ വരാനും അർഹതപ്പെട്ട ആൾക്കാർക്ക് സഹായം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ തന്നെ സൊസൈറ്റി കാണുന്നതാണ് ചാരിറ്റീൻ്റെ മറവിൽ നടത്തുന്ന പ്രശ്നങ്ങൾ, തട്ടിപ്പ് കാര്യങ്ങളൊക്കെ. ചാരിറ്റി എന്ന് പറഞ്ഞ് പൈസ പിരിക്കും, അവരവരുടെ ഇഷ്ടത്തിന് ലാവിഷായിട്ട് പങ്കിട്ടെടുത്ത് ദൂരത്തിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. അത് എത്രയോ എക്സാമ്പിളുകൾ മുമ്പിൽ നിൽക്കുകയാണ്. അച്ചായൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ട് ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ആൾക്കാർ കണ്ണും മൂക്കും ഇല്ലാണ്ട് പൈസ അയച്ചു കൊടുത്തത്. ഇപ്പം അതേ ആളുകൾ വന്നിട്ട് കമന്റ് ബോക്സ് കിടന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം? ഒന്നെങ്കിൽ നിങ്ങൾ കൊടുത്ത സഹായത്തിന് കണക്ക് പറയാതിരിക്കുക. പൈസ അയച്ചു കൊടുത്തത് നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങൾ അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് അറിഞ്ഞ് നിങ്ങൾ അവരുടെ അമ്മയ്ക്ക് ഒരു കൈ ആയിക്കോട്ടെ എന്ന് കരുതി പൈസ അയച്ചു കൊടുത്തു. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാത്തത് ഈ അച്ചായൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഭാഗത്ത് വന്ന വലിയ മിസ്റ്റേക്കാണ്. ഇത് പറഞ്ഞിനി നിങ്ങൾ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. സഹായത്തിന് വേണ്ടി നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ വഴിക്ക് അങ്ങോട്ട് വിടുക. അയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള പ്രതിഫലം അയാൾക്ക് കിട്ടും. കാരണം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ ഭൂരിഭാഗം ആളുകളും. ഇപ്പോഴാണെങ്കിൽ കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, കല്യാണത്തിനെ കുറിച്ചിട്ടും അമ്മേൻ്റെ ചികിത്സേനെ കുറിച്ചിട്ടും ഒക്കെ.
അതൊക്കെ ആ വഴിക്ക് പോട്ടെ. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് എങ്കിൽ അവരുടെ ജീവിതം വളരെ സന്തോഷമായിട്ട് തന്നെ മുമ്പോട്ട് പോട്ടെ. നാളെ പിറ്റേന്ന് ഏതൊരു പെൺകുട്ടി ബർത്ത്ഡേ വിഷസും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഉമ്മ കൊടുക്കുന്ന ഫോട്ടോസൊക്കെ സ്റ്റോറി എടുത്ത് വെച്ച പോലെ ഇതും മറ്റൊരു പ്രഹസനമായിട്ട് മാറാതിരിക്കട്ടെ. ഇതിനു മുമ്പ് ടിക്ടോക്കിലൊക്കെ വൈറലായ ഡയാലിസിസ് ചെയ്യുന്ന ഒരു അശ്വതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഇതേമാതിരി സഹായം ചെയ്തു കൊടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ. വേറൊന്നുമല്ല, അവള് അയച്ചു കൊടുത്ത പൈസയ്ക്ക് ഡ്രസ്സ് വാങ്ങുന്നു, ഓർണമെന്റ്സ് വാങ്ങുന്നു, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു സഹായം കാര്യങ്ങളൊക്കെ കുറേ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതും. നമ്മൾ നല്ല മനസ്സുള്ള ആൾക്കാരെ ചൂഷണം ചെയ്ത് പൈസ വാങ്ങുന്നത് ശരിയല്ല അച്ചായ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ അർഹതപ്പെട്ട ആൾക്കാരുടെ ഒരു ചാൻസും കൂടെ പിടിച്ചു പറിച്ചെടുക്കുകയാണ്. ഇത് കാണുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇനിയെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേരിട്ട് ചെയ്യുക. ഒരാളുടെ നമ്പറിലേക്ക് വെറുതെ ജിപേ ചെയ്തിട്ടും കാര്യങ്ങളെ വ്യക്തമായിട്ട് അറിയാണ്ടെയും പൈസ കൊടുത്ത് സഹായിക്കാതിരിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ ആ പണം ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല കാര്യത്തിന് കൊടുത്തതാണല്ലോ, അതിന് കണക്ക് പറയാതെ സ്വന്തം അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. വീട്ടിൽ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ടാണോ നാട്ടുകാർ കുറ്റം പറഞ്ഞിരിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ജോലിയും കൂലി ഇല്ലാത്ത ആൾക്കാരാണെന്ന് വിശ്വസിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വേലയും കൂലി ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ ഫ്രീ ടൈമിന് വീഡിയോസ് കാണുന്നു, ഞങ്ങളെ ഫ്രീ ടൈമിന് വീഡിയോസ് ചെയ്യുന്നു, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഒരു പണിയില്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കുന്ന പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവരുടെ വീഡിയോ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്? ഓക്കെ. പിന്നെ നമ്മളാരെയും കുറ്റം പറയുന്ന ഒന്നുമല്ല. ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് കുറ്റമായി തോന്നും. ചിലപ്പോൾ അത് സെയിം പേഴ്സണാലിറ്റിയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് അങ്ങനെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ആണ്. ഒരാൾ ചെയ്യുന്നതിൽ തെറ്റുകളും പോരായ്മകളും നല്ലതും ഞാൻ ചൂണ്ടിക്കാണിക്കും. അതിനുള്ള ഒരു സ്പേസ് യൂട്യൂബിലുണ്ട്. അത് മറ്റുള്ള ഒരുപാട് പേര് ചെയ്യുന്നുമുണ്ട്. ഇനി അത് കുറ്റമായി കാണുന്ന ആൾക്കാർ കുറ്റമായി കണ്ടുകൊള്ളുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.